Hello everyone, welcome back to my channel. ഊട്ടിയിൽ ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേയുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. ഊട്ടിയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ബോട്ടിംഗ് എക്സ്പീരിയൻസ് ഉള്ള പൈക്കാര ബോട്ട് ഹൗസിലെയും ചായപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ സ്റ്റെപ്പും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഊട്ടി ടീ ഫാക്ടറിയിലെയും ഡീറ്റെയിൽസും കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. നാടുകാണി ചുരം വഴി പോകുമ്പോൾ ഊട്ടി എത്തുന്നതിൻ്റെ ഏകദേശം 20 കിലോമീറ്റർ മുൻപായിട്ടാണ് പൈക്കാര ബോട്ട് ഹൗസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് പൈക്കാര വാട്ടർഫോൾസിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട്. ബോട്ട് ഹൗസിലേക്കുള്ള റോഡ് വളരെ വീതി കുറഞ്ഞതും ഒറ്റപ്പെട്ട രീതിയിലുള്ളതുമായിരുന്നു. മാത്രമല്ല റോഡിന്റെ അവസ്ഥയും വളരെ മോശമായിരുന്നു. മുൻപ് പലതവണ ഊട്ടിയിൽ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് പൈക്കാര ബോട്ട് ഹൗസിൽ പോകുന്നത്. 8 സീറ്ററും 10 സീറ്ററുമായിട്ടുള്ള മോട്ടോർ ബോട്ട്സിന് പുറമെ 3 പേർക്ക് വരെ പോകാൻ പറ്റുന്ന സ്പീഡ് ബോട്ട്സും ഇവിടെ അവൈലബിൾ ആണ്. ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഞങ്ങൾ രണ്ടുപേരും സെർച്ച് ചെയ്ത് കണ്ടുവച്ചതായിരുന്നു എവിടെയാണ് ഏറ്റവും നല്ല ബോട്ടിംഗ് ഉള്ളത് എന്നുള്ളത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഇതാണ്. ബോട്ടിങ്ങിൻ്റെ സമയത്ത് സെൽഫി എടുക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാലോ എന്ന് വിചാരിച്ചപ്പോൾ കുട്ടികളുള്ളവർ ബോട്ട് റൈഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നുകൂടെ ഇവിടെ റൂൾസായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളെയും കൊണ്ട് മോട്ടോർ ബോട്ടിൽ കയറുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറണം എന്നുള്ള ആഗ്രഹമായിട്ട് പോയതായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ബോട്ടിങ് ചെയ്യാതെ തന്നെ മടങ്ങിപ്പോന്നു. ഇവിടുത്തെ സ്പീഡ് ബോട്ടിൽ കയറിയവർ പറഞ്ഞത് ശരിക്കും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്നാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഊട്ടിയിൽ പോകുമ്പോൾ പറ്റുന്നവരൊക്കെ ഇവിടുത്തെ സ്പീഡ് ബോട്ട് തന്നെ ട്രൈ ചെയ്യാം. ഈ ഒരു ലേക്ക് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ ബോട്ടിങ്ങിന് പുറമെ ചെറിയ ഒരു കിഡ്സ് പാർക്കും ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഊട്ടിയിലെ ടീ ഫാക്ടറിയാണ്. ബെഞ്ച്മാർക്ക് ടീ ഫാക്ടറിയിലേക്കല്ല, അതിന് തൊട്ടപ്പുറത്തുള്ള ടീ ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഊട്ടിയിൽ നിന്നും 4 കിലോമീറ്റർ അകലെ ദൊഡ്ഡപേട്ടയ്ക്ക് അടുത്തായിട്ടാണ് ഈ ഒരു ടീ ഫാക്ടറി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബിൽഡിംഗ് ഊട്ടിയിലേക്ക് വരുമ്പോഴൊക്കെ കാണാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോകുന്നത്. അഡ്വഞ്ചേഴ്സ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ടീ ഫാക്ടറിയുടെ അടുത്ത് തന്നെ ഈഗിൾസ് ഡയർ ടീമിന്റെ ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. ഇതാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ടീ ഫാക്ടറി. 10 രൂപ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ഫീ. ഇത് ടീ ഫാക്ടറി മാത്രമല്ല, ഒരു ടീ മ്യൂസിയം കൂടിയാണ്. ചായപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും എങ്ങനെയൊക്കെയാണ് എന്ന് ഇവിടെ വിവിധ ഭാഷകളിൽ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഞങ്ങൾ എൻ്റർ ചെയ്ത സമയത്ത് മലയാളത്തിൽ തന്നെയായിരുന്നു അനൗൺസ്മെൻറ്റ്. ഈ ഇലകൾ ഒരു ദ്വാരത്തിലൂടെ റോട്ടർ വാൻ എന്ന യന്ത്രത്തിൽ ചെന്നു ചേരുന്നു. റോട്ടർ വാൻ ശക്തിയുള്ള ഇരുമ്പും പിച്ചളയും കൂടി കലർന്നതാണ്. ഈ യന്ത്രത്തിലൂടെ ഇലകൾ കടന്നു പോകുമ്പോൾ ഇലകൾ ഞെങ്ങിപ്പിഴിഞ്ഞ് പുറത്തു വരുന്നു. പിന്നീട് ഈ തേയില CTP എന്ന യന്ത്രത്തിലേക്ക് എത്തുന്നു. ഒന്നിനോടൊന്ന് ചേർന്ന് വളരെ വേഗത്തിൽ ചുറ്റുമ്പോൾ അതിലൂടെ വീഴുന്ന തേയില വളരെ ചെറിയ കഷ്ണങ്ങളായി വെട്ടി മുറിച്ച് ചുരുക്കപ്പെടുന്നു. ഒന്നിന് പുറകെ മറ്റൊന്ന് എന്ന രീതിയിൽ വെച്ച് 5 CTP യന്ത്രങ്ങൾ തേയില ചായപ്പൊടി പുറത്തു വരുമ്പോൾ വളരെ ചെറിയ മുറികളായി കാണപ്പെടുന്നു. ഈ തേയില ഇപ്പോൾ ഒരു കാണുന്നത് തേയില ചായപ്പൊടിയായി മാറുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളും നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മുൻപ് കണ്ട ബെഞ്ച് മാർക്ക് എന്ന ടീ ഫാക്ടറിയിൽ ഇത്ര അടുത്തു നിന്നൊന്നും കാണാനുള്ള ഫെസിലിറ്റി ഇല്ല എന്നാണ് അറിഞ്ഞത്. ടീ ഫാക്ടറിയിലെ കാഴ്ചകൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികളെയും കൊണ്ടൊക്കെ ഊട്ടിയിൽ പോവുകയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരിക്കലെങ്കിലും കാണിച്ചു കൊടുക്കണം. ഒത്തിരി ഇഷ്ടപ്പെടും. ചായപ്പൊടി നിർമ്മാണം മാത്രമല്ല, വിൽപ്പനയും ഇവിടെയുണ്ട്. മാത്രമല്ല ഇവിടെ വരുന്നവർക്കെല്ലാം തന്നെ ഇവർ ഓരോ ഗ്ലാസ് ചായ ഫ്രീ ആയി ടേസ്റ്റ് നോക്കാനായിട്ട് തരുന്നുണ്ട്. ഹോംവുഡ് എന്ന ബ്രാൻഡ് നെയിമിലാണ് ഇവർ ചായപ്പൊടി വിൽക്കുന്നത്. പല ഫ്ലേവറുകളിലുള്ള ഒരുപാട് ടൈപ്പ് ടീ പൗഡർ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ടീ പൗഡർ മാത്രമല്ല, പലതരം ഓയിലുകളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഈ ടീ ഫാക്ടറിയോട് കണക്ട് ചെയ്തിട്ട് തന്നെ ഒരു ചെറിയ ചോക്ലേറ്റ് ഫാക്ടറി കൂടെയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കൊക്കോ പൗഡർ ഉണ്ടാക്കുന്നതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരുപാട് ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റ്സും സ്വീറ്റ്സും ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇവയുടെയൊക്കെ 100 ഗ്രാമിൻ്റെ വിലയാണ്. ചോക്ലേറ്റ്സിന് പുറമെ വൂളൻ ഡ്രസ്സുകളും ഊട്ടിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റു പ്രോഡക്ട്സും ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടീ ഫാക്ടറിയിലെ കാഴ്ചകൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്യുക. ഊട്ടിയിലെ കാഴ്ചകളുടെ കൂടുതൽ വീഡിയോസ് അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. So thanks for watching. Keep supporting. Bye.